ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ രാജ്യങ്ങളിലാണ് സന്ദർശനം. ഇറാൻ ഇസ്രയേൽ ആക്രമണത്തിൽ വ്യാപക നാശം. അമേരിക്കയുമായുള്ള ആണവ ചർച്ചയിൽ നിന്ന് പിന്മാറി ഇറാൻ. അഹമ്മദാബാദ് വിമാനാപകടം അന്വേഷിക്കാൻ ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. വിമാനാപകടത്തിൽ മരിച്ചവരിൽ 8 പേരെ തിരിച്ചറിഞ്ഞു. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 5 വടക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട്. ഈ വർഷത്തെ നീറ്റ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 73,328 പേർ യോഗ്യത നേടി. ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്കയ്ക്ക്. ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത് 5 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. നാളെ സൈപ്രസിലെത്തുന്ന പ്രധാനമന്ത്രി സൈപ്രസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ശ്രീ മോദി മറ്റന്നാൾ കാനഡയിലെത്തും. ഈ മാസം 17-നാണ് ഉച്ചകോടി. 18-ന് പ്രധാനമന്ത്രി ക്രൊയേഷ്യയും സന്ദർശിക്കും. അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച അന്വേഷണത്തിനായി ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലെ വിദഗ്ധർ അടങ്ങുന്ന ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. രാജ്യത്ത് നിലവിൽ സർവീസ് നടത്തുന്ന ബോയിംഗ് 787 സീരീസിലുള്ള 34 വിമാനങ്ങൾ പരിശോധിക്കാൻ വ്യോമയാന ഡയറക്ടർ ജനറൽ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. 8 വിമാനങ്ങൾ ഇതിനകം തന്നെ പരിശോധിച്ചു കഴിഞ്ഞതായും മന്ത്രി വ്യക്തമാക്കി. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതായി പറഞ്ഞ കേന്ദ്ര വ്യോമയാന മന്ത്രി അപകടത്തിൽപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനായി DNA പരിശോധന നടന്നുവരുന്നതായും പറഞ്ഞു. The DNA testing is also happening on one side so that the bodies can be identified and be given to the respected families. So the government of Gujarat is coordinating with that. So once the DNA testing is confirmed, the bodies are being given to the respected families, and we are hoping that process also gets finished as soon as possible, but the documentation and the procedure needs to be followed. So according to the time that needs to be taken, we are ensuring that there doesn't be any lapse in the process or the protocol that needs to be followed. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 254ആയി. വിമാനത്തിലുണ്ടായിരുന്ന 242 പേർക്ക് പുറമെ പ്രദേശവാസികളും മരിച്ചവരിലുണ്ട്. സമീപവാസികളുടെ 8 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് കുടുംബങ്ങൾക്ക് കൈമാറി. നിലവിൽ സിവിൽ ആശുപത്രിയിൽ പരിക്കേറ്റ 31 പേർ ചികിത്സയിലാണ്. വിമാന അന്വേഷണ സംഘം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അപകട സ്ഥലത്തുനിന്ന് കണ്ടെടുത്തു. ഫോറൻസിക് വിദഗ്ധരും വിശദമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ശക്തമായി തുടരുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇന്ന് പുലർച്ചെ ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തി. ഇന്നലെ ഇറാൻ ഇസ്രയേലിലെ ടെൽ അവീവിലും പരിസര നഗരങ്ങളിലും മിസൈൽ ആക്രമണം നടത്തിയതിന് പകരമായാണ് ആക്രമണം. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇസ്രയേൽ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വൻപിച്ച വ്യോമാക്രമണം നടത്തിയതായാണ് സംഘർഷത്തിന് തുടക്കമാകാൻ കാരണം. ഇറാനിയൻ ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെടുകയും 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടതായും 320-ലധികം പേർക്ക് പരിക്കേറ്റതായും UN-ലെ ഇറാൻ അംബാസഡർ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ആണവ പദ്ധതിയെയും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് വെള്ളിയാഴ്ച ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു. ഇറാനിലെ ഏറ്റവും ഉയർന്ന 3 സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടൽ അവസാനിക്കില്ലെന്നും ആക്രമണങ്ങൾ തുടരുമെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസി അറിയിച്ചു. ആണവ വിഷയത്തിൽ അമേരിക്കയുമായി നടത്താനിരുന്ന ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറി. ഇസ്രയേൽ ഇറാനെതിരെ ഏറ്റവും വലിയ സൈനിക ആക്രമണം നടത്തിയ ശേഷം സംഭാഷണം അർത്ഥശൂന്യമാണെന്ന് ഇറാൻ പറഞ്ഞു. ചർച്ചയും ഇസ്രയേലിന്റെ ആക്രമണവും ഒരേ സമയം സാധ്യമല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ US പങ്കാളിയാണെന്ന് ഇറാൻ നേരത്തെ ആരോപിച്ചിരുന്നു. എന്നാൽ വാഷിംഗ്ടൺ ആരോപണം നിഷേധിച്ചു. US ഇറാൻ ആണവ ചർച്ചകളുടെ 6ാം റൗണ്ട് നാളെ ഒമാനിലെ മസ്കറ്റിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. രഹസ്യമായി ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ടെന്ന ഇസ്രയേലിന്റെ ആരോപണം ഇറാൻ നിഷേധിച്ചു. ലോകം ഇന്ത്യയെ ഒരു ലക്ഷ്യകേന്ദ്രമായും വിജ്ഞാന പങ്കാളിയായും കാണുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ 5 വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ നടന്ന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരതിലേക്കുള്ള യാത്രയിൽ വിദ്യാഭ്യാസം രാജ്യത്തിന്റെ സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കും. സംരംഭകത്വത്തിലും അറിവിലും മഹാരാഷ്ട്ര മുന്നിലാണെന്നും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും ഉയർന്നു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ചടങ്ങിൽ പങ്കെടുത്തു.
ഈ വർഷത്തെ നീറ്റ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. രാജ്യത്ത് 22 ലക്ഷത്തിലധികം പേർ പരീക്ഷ എഴുതിയതിൽ 12 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ യോഗ്യത നേടി. കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതിയ 73,328 പേർ യോഗ്യത നേടി. പരീക്ഷാഫലം NEET.NTA.nic.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉത്തരസൂചികയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ നിന്നുള്ള മഹേഷ് കുമാർ 1ാം സ്ഥാനവും മധ്യപ്രദേശിൽ നിന്നുള്ള ഉത്കർഷ അവാദിയ 2ാം സ്ഥാനവും മഹാരാഷ്ട്രയിൽ നിന്നുള്ള കൃഷാങ് ജോഷി 3ാം സ്ഥാനവും നേടി. അതിനിടെ നീറ്റ് പരീക്ഷയിലെ മാർക്ക് തിരുത്താമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ മുംബൈയിൽ അറസ്റ്റിലായ 2 പേരുടെ പോലീസ് കസ്റ്റഡി ജൂൺ 16 വരെ CBI പ്രത്യേക കോടതി നീട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ വ്യാപകമായി കനത്ത മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയാണുണ്ടായത്. വ്യാപകമായ കൃഷിനാശവുമുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ, ഖനനം എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. അടുത്ത 5 ദിവസത്തേക്ക് കൂടി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചനം. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ജൂൺ 16-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും അതിശക്തമായ മഴയാണ് ലഭിച്ചത്. വിശദവിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ഇന്ന് വൈകിട്ട് 3 മുതൽ 5 വരെ അതിശക്തമായ മഴയാണ് ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടത്. പമ്പ മുതൽ കനത്ത മഴയിലും ആയിരങ്ങളാണ് ഭഗവാനെ കണ്ടു വണങ്ങാൻ മലകയറി സന്നിധാനത്തെത്തിയത്. വൈകിട്ട് 5-ന് തന്ത്രിമാരായ കണ്ഠര് രാജീവര്, കണ്ഠര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിച്ചു. ശേഷം 18ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നതോടെ തീർത്ഥാടകർക്ക് 18ാം പടി ചവിട്ടി ദർശനം നടത്താനായി. മിഥുനം 1-ആയ നാളെ രാവിലെ 5-ന് നട തുറന്ന് പൂജകൾ ആരംഭിക്കും. നാളെ മുതൽ 19 വരെ എല്ലാ ദിവസവും പതിവ് പൂജകൾക്ക് പുറമെ വിശേഷാൽ പൂജകളും നടക്കും. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കാൻ ലോകരാജ്യങ്ങളിലേക്കുള്ള പാർലമെന്ററി സർവകക്ഷി സംഘത്തിന്റെ സന്ദർശനം ഉപകരിച്ചതായി മുതിർന്ന BJP നേതാവ് രവിശങ്കർ പ്രസാദ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ സംഘങ്ങൾക്ക് രൂപം നൽകാനുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനം 140 കോടി ഇന്ത്യക്കാരുടെയും താൽപര്യത്തിന് അനുസൃതമായിരുന്നു. ഭീകരവാദം സംബന്ധിച്ച രാജ്യത്തിന്റെ ആശങ്കകളും ഭീകരാക്രമണങ്ങളിൽ നിന്ന് പൌരന്മാരെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശങ്ങളും ലോകവേദികളിലെത്തിക്കാൻ സംഘങ്ങൾക്ക് കഴിഞ്ഞതായും അദ്ദേഹം വിലയിരുത്തി. കെനിയയിലെ ബസ് അപകടത്തിൽ മരണപ്പെട്ട 5 മലയാളികളുടെ മൃതദേഹങ്ങൾ നാളെ രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കും. കെനിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് യെല്ലോ വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ഇളവ് അനുവദിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മൃതദേഹങ്ങൾ നോർക്ക റൂട്ട്സ് ഏറ്റുവാങ്ങും. മരണപ്പെട്ടവരുടെ ബന്ധുക്കളും വിമാനത്തിൽ ഒപ്പമുണ്ടാകും. ഈ മാസം 9-നാണ് വിനോദസഞ്ചാരത്തിനെത്തിയ 28 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടത്. ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്കയ്ക്ക്. 27 വർഷത്തിനിടെ ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കുന്ന ആദ്യ ICC കിരീടമാണിത്. നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തകർത്താണ് ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത്. 282 റൺസ് വിജയലക്ഷ്യം 5 വിക്കറ്റ് നഷ്ടത്തിൽ മറികടക്കുകയായിരുന്നു. 136 റൺസ് നേടിയ ഏഡൽ മാർക്കറമാണ് ദക്ഷിണാഫ്രിക്കയെ കിരീടത്തിലേക്ക് നയിച്ചത്. ക്യാപ്റ്റൻ തെമ്പ ബൌമ അർദ്ധ സെഞ്ചുറി നേടി. ജാർഖണ്ഡിൽ വെസ്റ്റ് സിംഗ്ഭൂം ജില്ലയിലെ ചൈബാസ വനമേഖലയിൽ നക്സൽ വേട്ടയ്ക്കിറങ്ങിയ സുരക്ഷാ സംഘത്തിന് നേരെ ആക്രമണം. വിദൂര നിയന്ത്രിത ബോംബ് സ്ഫോടനത്തിൽ ഒരു CRPF ജവാൻ മരിച്ചു. സംഭവത്തിന് പിന്നിൽ നക്സലുകളാണെന്ന് സംശയമുണ്ട്. നക്സലുകൾക്കെതിരെ ജാർഖണ്ഡ്, ഒഡീഷ അതിർത്തി പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇരു സംസ്ഥാനങ്ങളിലെ പോലീസും CRPFും സംയുക്തമായി തെരച്ചിൽ നടത്തിവരികയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ രാജ്യങ്ങളിലാണ് സന്ദർശനം. ഇറാൻ ഇസ്രയേൽ ആക്രമണത്തിൽ വ്യാപക നാശം. അമേരിക്കയുമായുള്ള ആണവ ചർച്ചയിൽ നിന്ന് പിന്മാറി ഇറാൻ. അഹമ്മദാബാദ് വിമാനാപകടം അന്വേഷിക്കാൻ ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി K. രാംമോഹൻ നായിഡു. വിമാനാപകടത്തിൽ മരിച്ചവരിൽ 8 പേരെ തിരിച്ചറിഞ്ഞു. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 5 വടക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട്. ഈ വർഷത്തെ നീറ്റ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 73,328 പേർ യോഗ്യത നേടി. ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്കയ്ക്ക്. ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത് 5 വിക്കറ്റിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.